500 രൂപ ഉണ്ടെങ്കിൽ മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നമുക്കൊരു സോളോ ട്രിപ്പ് പോയി വന്നാലോ? ഒരുപാട് കാലമായി എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് സോളോ ട്രിപ്പ്. വലിയ ലക്ഷറി ഒന്നും അല്ലെങ്കിലും ഒരുപാട് ഫ്രീഡം ഉണ്ട്, ഒരു പ്ലാൻ ഒന്നും ഇല്ലാണ്ട്, പക്ഷെ ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ട് ഒരു കുഞ്ഞു ട്രിപ്പ്. പിന്നെ സോളോ ട്രിപ്പ് പോകാൻ എവിടുന്ന ഇത്ര ധൈര്യം എന്ന് ചോദിക്കുന്നവരോട്, സോളോ ട്രിപ്പ് പോകാൻ വലിയ ധൈര്യമൊന്നും വേണ്ട, പക്ഷേ ആഗ്രഹം കുറച്ച് കോൺഫിഡൻസ് മാത്രം മതി. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ആ സുഖം മനസ്സിലാക്കി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ആരും നമുക്ക് വേണ്ടി വരില്ല. നമുക്ക് നമ്മൾ തന്നെ മതി എന്ന തിരിച്ചറിവ് കിട്ടും. എവിടെ പോകണം, എന്ത് കഴിക്കണം, എത്ര എക്സ്പെൻസ് മാനേജ് ചെയ്യണം, എല്ലാം നമുക്ക് തന്നെ തീരുമാനിക്കാം. ഈ ട്രിപ്പിന് എനിക്ക് മൊത്തം 500 രൂപ പോലും ചെലവായിട്ടില്ല, അതും ഫുഡ്, ട്രാവൽ എല്ലാം ഉൾപ്പെടെ. ഞാൻ ഇതിനായിട്ട് ഒരു ഡേയും 2 നൈറ്റ്സ് ആണ് എടുത്തത്. 2 രാത്രിയും ട്രാവലിങ്ങിനായിട്ട് ട്രെയിനാണ് ചൂസ് ചെയ്തത്. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. ജനറൽ ടിക്കറ്റ് എടുത്ത് രാത്രി ആയതുകൊണ്ട് തന്നെ ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് പോയത്. അങ്ങോട്ടേക്ക് എനിക്ക് 135 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നിട്ടുള്ളത്. ഏർലി മോർണിംഗ് തന്നെ തിരുവനന്തപുരത്ത് എത്തി. ഈ ഒരു ദിവസം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തുള്ള 4 സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്തത്. ആദ്യം തന്നെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നീട് അവിടുന്ന് അടുത്ത് തന്നെയുള്ള ഒരു മ്യൂസിയം സന്ദർശിച്ചു, താളിയോല രേഖ മ്യൂസിയം. അവിടെ എനിക്ക് ടിക്കറ്റ് ചാർജ് വന്നത് വെറും 25 രൂപയാണ്. പിന്നീട് പോയത് മോൾ ഓഫ് ട്രാവൻകൂർ. ഈ 3 സ്ഥലവും നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. ഫുഡിന് എനിക്ക് 200 രൂപയെ വന്നിട്ടുള്ളൂ, രാവിലത്തെ ഉച്ചത്തേക്കും കൂട്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു 50 രൂപ ബസ് ടിക്കറ്റ് എടുത്തിട്ട് പോയത് കോവളം ബീച്ചാണ്. അവിടുന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ എത്തി. തിരിച്ച് നാട്ടിലേക്ക് ട്രെയിൻ കയറി. ട്രെയിനിൽ എനിക്ക് വന്നത് 145 രൂപയാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു സോളോ ട്രിപ്പൊക്കെ പോവാ അല്ലേ? ബൈ ബൈ.